അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഐന. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സബ്ജക്റ്റിൻ്റെ പേരാണ് ലെസൺ 1 നാച്ചുറൽ മദ്. ഈ മദ്ദെന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലരുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നത് നീട്ടുക അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാന്നല്ലേ. പക്ഷെ പല രീതികളിൽ നീട്ടാറുണ്ട്. അതിൽ ഒന്നാണ് നാച്ചുറൽ മദ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പേര് നാച്ചുറൽ മദ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പേരിലുണ്ട്, അത് നാച്ചുറൽ ആയിട്ട് അതിനെ യൂസ് ചെയ്യാം. പിന്നെ സെക്കൻഡ് ആയിട്ട് അതിൻ്റെ താഴെ നമുക്കൊരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നൂഹൈഹ. ഈ നൂഹൈഹ എന്നുള്ള അവിടെ നുഹൈഹ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം മീനിങ് ഉണ്ടാവില്ല. അതിന് താഴെ കൊടുത്തിട്ടുണ്ട് അലിഫ് വ ഉം യാ ഉം. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അലിഫ് വ യാ. പിന്നെ അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലോ ഫത കസ്റ ലമ്മ. ഈ ആറ് സാധനങ്ങളും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹർക്കത്തുകളും ചിഹ്നങ്ങളുമാണ്. എല്ലാതുമാണ്. നമ്മൾ ഓതുമ്പോൾ അവിടെ അലിഫ് വ യാ വരാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എക്സ്റ്റെൻഡ് 1 സെക്കൻഡ് നോർമലായിട്ട് നാച്ചുറലായിട്ട് 1 സെക്കൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് അല്ല 1 സെക്കൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുക. മാത്രമല്ല അത് 2 ഹറക്കാത്തുമാണ്. ഇവിടെ മാത്രമല്ല നമുക്ക് എഴുതിയിട്ടുണ്ടാവും നാച്ചുറൽ മദിൻ്റെ അടിയിൽ ഈ അലിഫ് യാവും, അപ്പുറത്ത് ഷോർട്ട് വവൽസ് എന്ന് പറഞ്ഞിട്ട് ഫത കസ്റ ലൊമ്മയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് 6 വേർഡ്സ് അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഉള്ളതാണ് ഇവിടെ കാണാൻ പറ്റും കതബ. ഈ കതബ എന്നുള്ളതിൻ്റെ അപ്പുറത്താണ് കിതാബ. ഈ കതബ എന്നുള്ളത് താഴിൻ്റെ അപ്പുറത്താണ് നമുക്കൊരു അലിഫ് കൊടുത്തിട്ടുള്ളത്. ഈ അലിഫ് കൂടുമ്പോഴാണ് അവിടെ നമ്മൾ കിതാബ എന്ന് പോകുന്നത്. പിന്നെ സെക്കൻഡ് ഉള്ളതാണ് ഹലുദ. ഹലുദ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഇതവിടെ ഇവിടെ അതുപോലെ മുകളിലുണ്ട്. താൻ്റെ ഈ യൂസ് ചെയ്തിട്ടുള്ള അവിടെ കതബ എന്നുള്ളത് കിതാബ എന്നായി. പിന്നെ ഹലൂദ എന്നുള്ളത് ഹലുദ എന്നുള്ളത് ഹുലൂദ എന്നായി, വാവിട്ടതുകൊണ്ട്. പിന്നെ നമുക്ക് അവിടെ വേറെ ഒന്നുണ്ട് സഹീഖ. ബേസിക്കലി അവിടെ നമ്മളവിടെ യാ കൂട്ടുമ്പോഴാണ് അവിടെ സഹീഖ എന്നാവുന്നത്. നമുക്കിവിടെ സെയിം ആയിട്ടുള്ള മദ്ദക്ഷരങ്ങൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന 3 മദ്ദക്ഷരങ്ങൾ അവിടെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഈ കുഞ്ഞു സിമ്പിൾസും ഉണ്ട്. നമ്മുടെ അതിൻ്റെ അപ്പുറത്തായിട്ടുണ്ട് യാ മൂസ. ഈ യാ മൂസ എന്നുള്ളത് യമൂസ എന്നുള്ളത് ആവില്ല. അതിൻ്റെ അപ്പുറത്ത് ഒരു യെല്ലോ കളറിൽ ഒന്ന് ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു കുഞ്ഞ് അലിഫ് ഉണ്ട്. ഇവിടെ കാണാൻ പറ്റും ഈ അലിഫും സെയിം ആയിട്ടാണ്, പക്ഷെ എന്തൊരു ചെറുതായിട്ടൊന്ന് കേർവ്ഡ് ആയിട്ടാണ്, അത് കുഴപ്പമില്ല. പിന്നെ വാവിൻ്റെ അവിടെ നമുക്കിവിടെ യൽവൂന, അത് യൽവൂനാന്നുണ്ട്. അവിടെ യൽവുന ഇല്ല. അതിനാണ് നമ്മൾ ചെറുതായി നീട്ടാൻ വേണ്ടിയിട്ടാണ്, നാച്ചുറലായിട്ട് നീട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കുഞ്ഞ് അതിൻ്റെ സിമ്പിളും കൂടിയും കൊടുത്തിട്ടുള്ളത്. പിന്നെ യാ ഇവിടെ കുഞ്ഞതായിട്ട് സെയിം കോപ്പി പേസ്റ്റ് ചെയ്ത പോലെയാണ് ഈ വാവ്. പക്ഷെ യാ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഒരു തിരിച്ചിട്ടിട്ടുള്ള ഒരു ഹാ പോലെയാണ്, മിറേഡ് ആയിട്ടുള്ളൊരു ഹാ പോലെയാണത്. പക്ഷെ ഇവിടെ എനിവേസ് ഈലാഫിഹിം, അവിടെ ഈലാഫിഹിം എന്നാണ്. ഇവിടെ ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈലാഫിഹിം എന്നായിരിക്കും. പക്ഷെ ഈ യാന്റെ സിമ്പിൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈലാഫിഹിം എന്നായിരിക്കും. ഒരു ഫുൾ കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെന്ന് ഈ നാച്ചുറൽ മദ് എന്താണെന്ന് വെച്ചാൽ ഒരു യാ അലിഫ് വാവ് പിന്നെ അതിൻ്റെ കുഞ്ഞു ചിഹ്നങ്ങളും ഉണ്ടാവും. അത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ 2 അക്ഷരങ്ങൾ പറയുന്ന സെക്കൻഡിൽ നമ്മളത് ഫിനിഷ് ചെയ്യണം, അത് നീട്ടല്. അസ്സലാമു അലൈക്കും.